السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على عباده الذين اصطفى، خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. صدق الله العظيم وصدق رسوله الكريم عليه وعلى آله أفضل الصلوات وأزكى التسليم. മഹത്തായ ഈ ദാറുൽ ഹിക്മ സനദ്ദാന സമ്മേളനം 2025 ഈ അനുഗ്രഹീത സദസ്സിൻ്റെ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഹസനാത്തുൽ ജാരിയ മസ്ജിദിൻ്റെ മുത്തവല്ലിയായ ബഹുമാന്യനായ പ്രൊഫസർ മുഹമ്മദ് അലി മൂളിയാർ അവറുകൾ, ഈ വേദിയിലെ ഈ പ്രക്രിയകൾക്കെല്ലാം നേതൃത്വം നൽകി നമ്മോടൊപ്പമുള്ള ആദരണീയനായ നമ്മുടെ ഖത്തീബ് ഇമാം ബഹുമാനപ്പെട്ട അത്തീഖുർ റഹ്മാൻ ഫൈദി അവറുകൾ, ഇന്നത്തെ ഈ വേദിയുടെ മുഖ്യപ്രഭാഷകനായി നമ്മോടൊപ്പം സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ ഖുർആൻ പണ്ഡിതനും ചിന്തകനും പ്രഭാഷകനും എല്ലാമായി നമുക്കിടയിൽ സുപരിചിതനായ വ്യക്തിത്വം അഭിവന്ദ്യനായ മുഫ്തി അമീൻ മാഹി അവറുകളടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ ഉലമാക്കളെ, നേതാക്കളെ, ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധ ഖുർആനിൻ്റെ ഖത്തം പൂർത്തീകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സനദ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ഹിഫാദുകളെ, നാട്ടുകാരായ പ്രിയ സഹോദരങ്ങളെ, ഖുർആൻ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹീതമായ മഹത്തായ ഒരു സദസ്സിൽ പങ്കുകൊള്ളുന്നതിൻ്റെ സൗഭാഗ്യമാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാനവരാശിയുടെ മാർഗദർശനത്തിനായി പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്ക് മുമ്പിലേക്ക് അവൻ്റെ ഏറ്റവും മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവുകളിലൂടെ അവതരിപ്പിച്ചു തന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഈ ലോകത്ത് മനുഷ്യ മനസ്സുകളെ ഉദ്ധരിക്കാനും സംസ്കരിക്കാനും ലക്ഷ്യം വെച്ച് അള്ളാഹു നൽകിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ സംസ്കരണത്തിൻ്റെ സിദ്ധൌഷധമാണ്. ഈ പരിശുദ്ധമായ ഖുർആനോടുള്ള ബന്ധമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വിജയ അപജയങ്ങളുടെ ഭാവിയെ, ഗതിയെ നിയന്ത്രിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും അറിയണം. പഠനമില്ലാതെ, അറിവില്ലാതെ ഈ ലോകത്ത് മനുഷ്യന് ഉന്നതങ്ങളെ പ്രാപിക്കാൻ, വെട്ടിപ്പിടിക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അറിവ് കൊണ്ട് ആർജിക്കാവുന്നതിൻ്റെ മഹത്വം എന്താണ്, വലിപ്പം എന്താണെന്ന് ഏറെ അറിഞ്ഞ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരായി മനുഷ്യരായ നമ്മെ അറിവ് കൊണ്ടാണ് ആദരിച്ചത്. അറിവാണ് യഥാർത്ഥത്തിൽ നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ലോകത്ത് ധാരാളം സൃഷ്ടികളുണ്ടെങ്കിലും മനുഷ്യന് മാത്രമാണ് വളർച്ച എന്നത് അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. മറ്റൊന്നിനും വളർച്ചയില്ല. എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് എല്ലാ ജീവികളും നിൽക്കുന്നത്. പക്ഷെ വളർച്ചയുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അത് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഒന്നുമില്ലാതെ വന്നവനാണ്. ഒരു 2 വയസ്സുള്ള
ഒരു കുട്ടിയെ ഒരു കുളക്കടവിൽ കൊണ്ടുപോയി നിർത്തുക, ഒരു താറാവിന്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി നിർത്തുക, ഒരു കഴുതയുടെ കുട്ടിയെയും. എന്താണ് സംഭവിക്കുക? ആ താറാവിന്റെ കുഞ്ഞ് ആരും പഠിപ്പിക്കാതെ ആ കുളത്തിലിറങ്ങി നീന്തിപ്പോകും. കഴുതയുടെ കുഞ്ഞ് അത് വെള്ളം കണ്ടാൽ, വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകുമെന്ന് തിരിച്ചറിഞ്ഞ് പുറകോട്ട് നടക്കും. മനുഷ്യന്റെ നടപ്പാക്കാൻ പ്രായമായ 2 വയസ്സായ കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചു പോകും. 2 വയസ്സ് പിന്നിട്ടപ്പോഴും മനുഷ്യൻ ഈ താറാവിന്റെ കുഞ്ഞിനോളമോ കഴുതയുടെ കുട്ടിയോളമോ പോലും ആർജവം, അറിവ് നേടിയിട്ടില്ലാത്ത ഈ കുട്ടിയാണ്, ഈ മനുഷ്യ ശിശുവാണ് പിൽക്കാലത്ത് എവറസ്റ്റ് കീഴടക്കിയ അത്ഭുതങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത്. ചന്ദ്രബിംബത്തിൽ കാലൂന്നിയ അത്ഭുതങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുടക്കത്തിൽ മനുഷ്യനേക്കാൾ തിരിച്ചറിവ് കൊണ്ട്, പ്രകൃതിജന്യമായ അറിവ് കൊണ്ട് മനുഷ്യനെ തോൽപ്പിച്ച മുന്നിൽ നിന്ന് ഈ ജീവികളെ, ആ താറാവിന്റെ കുഞ്ഞിന് അന്നത്തേക്കാൾ അല്പം പോലും വളരാൻ പറ്റിയിട്ടില്ല. ആ കഴുതയുടെ കുട്ടിക്കും അതിനേക്കാൾ ഒട്ടും വളരാൻ പറ്റിയിട്ടില്ല. ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഒരത്ഭുതവും ഈ ജീവിവർഗങ്ങളൊന്നും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ 2 വയസ്സായിട്ടും തിരിച്ചറിവില്ലാതെ, ഞാൻ പറയുകയായിരുന്നു, കയറി വന്ന വഴി ഞങ്ങൾ താമസിച്ച ആ വീടിന്റെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭിത്തിയുടെ മുകളിൽ കൈവരി സ്ഥാപിച്ചപ്പോ ബഹുമാന്യനായ അമീൻ ഉസ്താദ് പറഞ്ഞു, പിടിച്ചു കയറാവുന്ന കൈവരി ആയതുകൊണ്ട് ഇത് അപകടമാണ്, ഭിത്തി കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ പടവുകളുള്ള കോവണി സ്ഥാപിച്ചാൽ കുട്ടികൾ പിടിച്ചു കയറി അപകടം സംഭവിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വന്തം വീടിന്റെ നീന്തൽക്കുളത്തിൽ വീണ് മരിച്ച 2 കുട്ടിയുടെ കഥ പറഞ്ഞ് അല്പം മുമ്പ് ഒരു അമ്മ എന്നോട് വേദന പങ്കുവച്ചിരുന്നു. 2 മാസമായിട്ടും ആ വേദന താങ്ങാനാവാതെ ആ സഹോദരി എന്നോട് സംസാരിച്ച കഥ. വയസ്സ് 2 ആയിട്ടും ആ കുട്ടിക്ക് വെള്ളത്തിൽ വീണാൽ താൻ മരിച്ചു പോകുമെന്ന് പോലും അറിവില്ലാതിരുന്ന ആ കുഞ്ഞാണ് പിന്നെ വളർന്ന് ഈ ലോകത്തെ അത്ഭുതങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത്. ആ തിരിച്ചറിവുണ്ടായിരുന്ന കഴുതക്കുട്ടിക്ക് ഈ ലോകത്ത് ഒരു അത്ഭുതം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഇറങ്ങി നീന്തിപ്പോയ താറാവിന്റെ കുഞ്ഞിനും ഒരത്ഭുതവും സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. എന്താണ്? മനുഷ്യവർഗത്തിന് മാത്രമേ അത്ഭുതത്തിന് കാരണം. അതിരുകളില്ലാത്ത വളർച്ചയുടെ അനന്തസീമകളിലേക്ക് ചിറകടിച്ചു ഉയരാൻ മാത്രം നമ്മെ പ്രാപ്തമാക്കിയ സംഗതി എന്താണ്? അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രം പഠിക്കാനുള്ള ശേഷി നൽകിയെന്നാണ്, അറിയാനുള്ള ശേഷി. പ്രകൃതിയിലുള്ള ഏത് വസ്തുവിനെയും അവൻ ആഗ്രഹിച്ചാൽ അറിയാനുള്ള സിദ്ധി അവനിൽ അല്ലാഹു നിക്ഷേപിച്ചു. പദാർത്ഥ വിജ്ഞാനീയങ്ങളാൽ മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിച്ചു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. പദാർത്ഥ വിജ്ഞാനീയം ഏതിനെയും അവൻ വിചാരിച്ചാൽ അവന് പഠിക്കാനാവും. അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടവന്. ആ അറിവിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് തന്നത് നമുക്ക് 2 സിദ്ധികളാണ്. ഒന്ന് വായിക്കുക എന്നതാണ്. വായിക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ വായിച്ചു വളരുകയാണ്. മറ്റു ജീവികളൊന്നും വായിക്കുന്നില്ല. അല്ലാഹു വായന എന്ന് പേരിട്ട് ഈ ലോകത്തേക്ക് ഒരു ഗ്രന്ഥം തന്നതിന്റെ പേരാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്ന പദത്തിന്റെ, ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ എന്താ? റീഡിംഗ് എന്നാണ്. വായന കൊണ്ടുള്ള വളർച്ചയാണ് ഈ ലോകത്ത് നടക്കുന്നതൊക്കെ. അല്ലാഹു 15 നൂറ്റാണ്ട് മുമ്പ് വായന എന്തെന്നറിയാത്ത ഒരു ലോകത്തോട് വായനയെന്ന് പേരിട്ടുകൊണ്ടൊരു ഖുർആൻ ഇറക്കി, ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ആദ്യത്തെ വാചകം ബിസ്മി ആക്കിയില്ല. അള്ളാഹുവിന്റെ പേര് പോലുമല്ല, ബിസ്മി പറഞ്ഞല്ല. ആദ്യമായി ആ ഖുർആൻ ലോകത്തെ അഡ്രസ് ചെയ്യുന്നത് റീഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മിയൊക്കെ പറയാ, ബിസ്മി റബ്ബിക്, ഇഖ്റ ബിസ്മി റബ്ബിക്, റീഡ് ബിസ്മി റബ്ബിക് എന്നാണ്. ബിസ്മില്ലാ റീഡ് എന്നല്ല. അങ്ങനെ പറയാമായിരുന്നു വേണമെങ്കിൽ, ഒരു പവിത്രതയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുമെന്ന്. പക്ഷെ വായിക്കൂ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ വായിക്കൂ എന്നതിന് ഊന്നൽ കൊടുക്കുകയാണ് അള്ളാഹു. ലോകത്തൊരു പുസ്തകവും ലോകത്തെ ചിന്തകന്മാരുടെ, അതുപോലെ തന്നെ ലോകത്തെ ചിന്തിപ്പിച്ചവരുടെ, ലോകത്തെ ശാസ്ത്രകാരന്മാരുടെ, പ്രതിഭാശാലികൾ ഈ ലോകത്ത് രചിച്ച ഒരു ഗ്രന്ഥത്തിന്റെയും തുടക്കം റീഡ്, വായിക്കൂ എന്നായിട്ടേ ഇല്ല ഇന്നുവരെ. ഗ്രന്ഥത്തിന്റെ പേര് വായന, അതിന്റെ തുടക്കം തന്നെ റീഡ് എന്ന് ആയി. ഈ ലോകത്തൊരു ഗ്രന്ഥം അവതരിച്ചു എന്നത് തന്നെ മതി
മാനവരാശിക്ക് വായന മാത്രമേ അവന്റെ വളർച്ചയെ സ്വാധീനിക്കുകയുള്ളൂ എന്നറിയാം. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു ഉദ്ഘാടന പ്രസംഗം ഹ്രസ്വമാണ്. ഇനി പരിപാടികൾ പലതും നടക്കേണ്ടതുള്ളതുകൊണ്ട് അതുകൊണ്ട് വായനയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മാനവികതയെ വളർത്തിയത്. വായിച്ച കാലത്താണ് യഥാർത്ഥത്തിൽ നാമും വളർന്നത്. ഈ പ്രകൃതിയെ മുഴുവൻ വായിച്ചു നാം. ഖുർആനിലൂടെ വായിച്ചു, ഖുർആന്റെ പ്രേരണ കൊണ്ട് വായിച്ചു. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ കണ്ടില്ലയോ നിങ്ങൾ, എങ്ങനെയാണ് അതിന്റെ സൃഷ്ടിപ്പെന്ന്? അതൊരു വായനയുടെ ആഹ്വാനമാണ്. ഒട്ടക വായന എന്നതിന് നമ്മൾ പറയുന്ന ബയോളജി എന്നാണ്. ഒട്ടക വായന, ജീവികളെ റീഡ് ചെയ്യുന്നതിന്റെ പേരെന്താണ്? ബയോളജി. അതിന്റെ ആഹ്വാനമാണ്. ഒരു ബയോളജിയുടെയും ഒരു ഒരു ഫാക്കൽറ്റി ലോകത്തുണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ചോദിക്കുന്നത് ഒട്ടകത്തെ കണ്ടില്ലയോ, അതെങ്ങനെയാണ് അതിന്റെ ഘടന, അതിന്റെ സൃഷ്ടിപ്പെന്നത് നിങ്ങൾ റീഡ് ചെയ്യാത്തതെന്ന്. ആകാശം കണ്ടില്ലയോ, എങ്ങനെയാണ് അത്ഭുതകരമാം വിധം അത് ഉയർന്നു നിൽക്കുന്നതെന്ന്. അനേക കോടി താരാഗണങ്ങൾ ആർത്തിരമ്പുന്ന ആകാശം താഴോട്ട് വരാതെ എങ്ങനെ നിൽക്കുന്നു എന്ന്. ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതൊന്നുപോലും അടർന്നു വീഴാതെ, നിലം പൊത്താതെ അത് സംഭവിക്കും നാളെ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വേദസമാവുൻ ഫത്തറത്ത്. അങ്ങനെ അതെല്ലാം താഴോട്ട് അടർന്നു വീഴുന്ന ഒരു നിമിഷം വരും. പക്ഷെ ഇപ്പോഴെന്തേ അത് അടർന്നു വീഴാത്തെ, ഉതിർന്നു വീഴാത്തെ? എങ്ങനെയാ അത് ഉയർന്നു നിൽക്കുന്നത്? റീഡ് ചെയ്യണം. അതുപോലെ എങ്ങനെയാണ് ഈ ഭൂമി ഇങ്ങനെ മനോഹരമായി പരത്തി ഒരുക്കപ്പെട്ടിരിക്കുന്നത്? പർവ്വതങ്ങൾ എങ്ങനെയാണ് സ്ഥാപിതമായിട്ടുള്ളത്? ഇതൊക്കെ റീഡ് ചെയ്യാനാണ് പറഞ്ഞത്. റീഡിംഗ് എന്ന് പേരിട്ട് റീഡ് എന്ന് ആദ്യം പറഞ്ഞ ഗ്രന്ഥം എന്താണ് റീഡ് ചെയ്യേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ഇത്രയും മനോഹരമായി ഈ സന്ദേശം ലോകത്ത് പ്രചോദനം ചെയ്യാൻ ആർക്കാണ് പറ്റുക? എന്തൊക്കെയാ റീഡ് ചെയ്യേണ്ടത്? ആ റീഡിംഗ് ആണ് യൂറോപ്പിന്റെ നെഞ്ചകത്ത് 600 കൊല്ലം യൂറോപ്പിനെ അടക്കി ഭരിക്കാൻ മുസ്ലിം ലോകത്തെ പ്രാപ്തമാക്കിയത്. കൊർഡോവ എന്ന യൂണിവേഴ്സിറ്റിയിൽ റീഡിങ്ങിന്റെ എല്ലാ ഫാക്കൽറ്റികളും തുറന്നു. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ. അന്ന് ലോകം നമ്മുടേതായിരുന്നു. പിൽക്കാലത്ത് യൂറോപ്പിന്റെ നവോത്ഥാനം, റിനൈസൻസിന് നേതൃത്വം നൽകിയത്, ലോകത്ത് യൂറോപ്പിന്റെ വലിയ നവോത്ഥാനത്തെ കുറിച്ച് കഥ പറയുമ്പോ മറ്റൊരു നാടിനും കിട്ടാത്ത നവോത്ഥാനം യൂറോപ്പിന് എന്തുകൊണ്ട് കിട്ടി എന്നത് പഠിക്കുന്ന ആളുകൾക്കറിയാം. അതിനു മുമ്പ് 600 കൊല്ലം മുസ്ലിമീങ്ങൾ യൂറോപ്പ് ഭരിച്ചിരുന്നു എന്ന്. പിൽക്കാല യൂറോപ്യന്മാരുടെ പണി, അന്നത്തെ പണ്ഡിതന്മാർ, മുസ്ലിം സ്പെയിനിന്റെ മഹാപണ്ഡിതന്മാർ അവിടെ പഠനം നടത്തി, ഗവേഷണം നടത്തി, വായിച്ച് വളർന്ന് വികസിപ്പിച്ച് എടുത്ത ശാസ്ത്രം, സാങ്കേതിക വിദ്യകൾ പാഠഗ്രന്ഥ പുസ്തകങ്ങളിൽ നിന്ന് അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പകർത്തി എഴുതാൻ വേണ്ടിയിട്ട് അവർ മന്ത്രാലയം തന്നെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. കോപ്പിയടിച്ചാണ് യൂറോപ്പ് വളർന്നത്. ഇസ്ലാമിനെ, ഖുർആനിന്റെ പ്രചോദനത്തിൽ നിന്ന് അറിവ് വളർത്തിയ ഒരു സമൂഹത്തെ കോപ്പിയടിച്ചിട്ടാണ് ലോകത്തിന്റെ നവോത്ഥാനം ഉണ്ടായത്. അതാണ് H.G. വെൽസ് പറഞ്ഞത്, അറബികൾ തുടങ്ങി വയ്ക്കാത്തൊന്നും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല. അറബിക്ക് എന്തുണ്ടായിട്ടാ? 14 നൂറ്റാണ്ട് മുമ്പ് اقرأ باسم ربك الذي خلق خلق الإنسان بالعلق خلق الإنسان من علق അല്ലേ? الذي എന്താ പറഞ്ഞേ? اقرأ وربك الأكرم الذي علم بالقلم. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ. വായന, എഴുത്ത്. അതുകൊണ്ട് പേന കൊണ്ടുള്ള എഴുത്ത്, വായന, ഇത് രണ്ടുമാണ് ലോകത്തെ വളർത്തിയത്. ഇത് രണ്ടും ആദ്യം ഇറങ്ങിയ 5 സൂക്തങ്ങളിൽ ഇത് പറയുകയാണ്. ഇത്രയും 2 വട്ടം പറഞ്ഞു. 2 വട്ടം പറയുന്നത് സുമർജിയൽ ബസറ കറത്തൈൻ, 2 വട്ടം മേലോട്ട് നോക്കുക നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നോക്കുക എന്ന് പറയുന്ന ഖുർആന്റെ ഒരു ശൈലിയാണ്. 2 വട്ടം പറഞ്ഞത് വായന, വീണ്ടും വായന, വീണ്ടും വായന, പിന്നെയും വായന നടത്തിക്കൊണ്ടേയിരിക്കുന്ന. വായിച്ചപ്പോൾ നമ്മുടേതായിരുന്നു ലോകം. വായനയുണ്ടായിരുന്ന കാലത്ത് ലോകത്തെ നിയന്ത്രിക്കുന്ന യൂറോപ്പിൽ 600 കൊല്ലം അവർക്ക് എല്ലാ വഴികളും വെട്ടിത്തെളിച്ചുകൊണ്ട് നമ്മളാണ് അവരെ നയിച്ചത്. ലോകത്തെ വളർച്ചയുടെ ഒരു മഹാകേന്ദ്രമായി പരിലസിച്ച ഭാരതത്തെ 1000 കൊല്ലം വായിച്ച കാലത്ത് നാമാണ് നയിച്ചത്. ലോകത്തെ മുഴുവൻ നയിക്കാൻ അല്ലാഹു വായിച്ച കാലത്ത് നമുക്ക് ഭാഗ്യം നൽകി. പക്ഷെ ഖുർആന്റെ വായനയെ മാറ്റിവെച്ചു. ആ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന അപജയത്തിന്
നമുക്കിന്ന് പേര് പറയാനാവില്ല. അത്രയും വലിയ ദുരന്തത്തിലേക്ക് വായനയെ പ്രോത്സാഹിപ്പിച്ച, വായിക്കാൻ പഠിപ്പിച്ച, വായനയെന്ന് പേരിട്ട, വായിക്കൂ എന്ന ആദ്യ വാക്ക് പറഞ്ഞ ഗ്രന്ഥത്തെ പഠിക്കുന്നത് മറന്നുപോയ ഒരു സമൂഹം അനുഭവിച്ച ദുരന്തത്തിന്റെ തിരുത്താണെന്ന് ഈ ഖുർആനിലേക്കുള്ള മുസ്ലിം ഉമ്മത്തിന്റെ മടക്കം തിരിച്ചുവരവ്. അതിനെ പഠിക്കുക, അതിന്റെ മനനം വളരെ പ്രധാനമാണ്, അതിന്റെ പാരായണം പ്രധാനമാണ്. അതിലൂടെ നമ്മുടെ ഉള്ളിനെ സംസ്കരിച്ചുകൊണ്ട് വേണം പഠനം പ്രക്രിയ തുടങ്ങാൻ. പരിശുദ്ധമായ ഖുർആനിന്റെ അതിന്റെ അക്ഷരപാരായണത്തിലൂടെ, അതുപോലെ തന്നെ അതിന്റെ അക്ഷരങ്ങളിലൂടെ, അതിനെ മനഃപ്പാഠമാക്കുന്ന പ്രക്രിയയിലൂടെ, യത്ലു അലൈഹിം ആയാതിഹി, മനുഷ്യ മനസ്സുകളെ ഉദ്ധരിക്കുന്ന, സംസ്കരിക്കുന്ന, അതിനെ നന്നാക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഈ ലോകത്ത് നേതൃത്വം നൽകാൻ ഒരു ഗ്രന്ഥത്തിനാകുമെങ്കിൽ അത് ഖുർആന് മാത്രമാണ്. ആ ഗ്രന്ഥം ഈ ലോകത്ത് പഠിക്കുന്നതിൽ നാം പുറകോട്ട് പോയി. അറബി നാടുകളിൽ നിന്നെല്ലാം പഠിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ. ഖുർആൻ മാത്രമില്ല പഠനം. വേദങ്ങൾ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാത്ത ഒരു ജനത, മസലുൽ ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അല്ലാഹു മനുഷ്യന്റെ മനസ്സുകളെ സംസ്കരിക്കാൻ നൽകിയ വേദഗ്രന്ഥത്തെ, തൗറാത്തിനെ, അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു നടക്കുകയും അത് ഉള്ളിൽ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ഒരു ജനത ലോകത്തെ ഏറ്റവും മോശം സാമ്പിളുകളാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഏറ്റവും മോശം സാമ്പിളുകൾ ലോകത്തെ ജൂതൻ, ക്രൈസ്തവർ, മാനുഷികമായ മുഴുവൻ നന്മകളെയും എവിടെയോ വെച്ച് മറന്നുപോയവരായി അവര് മാറിയതുപോലെ ഇതേ ഖുർആനെ മാറ്റിവെച്ചവർ, പഠിക്കാൻ മറന്നുപോയ ഒരു ജനത ഇന്ന് ലോകത്തെ മോശം എക്സാമ്പിളുകളായി മാറുകയാണ്. അതുകൊണ്ടൊരു തിരിച്ചു നടത്തം അനിവാര്യമാണ്. നമ്മളുടെ പുതുതലമുറയിലൂടെ അത് തുടങ്ങണം. ചെറിയ മക്കളിലൂടെ ആ പഠനം പുരോഗമിക്കണം. ഖുർആൻ ഒരു 50 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരു ഹാഫിദ് ഉണ്ടായിരുന്നില്ല. മലയാള മണ്ണിൽ ഒരു ഹാഫിദ് ഉണ്ടായിരുന്നില്ല 50 കൊല്ലം മുമ്പ്. ഇല്ല, മലയാളത്തിൽ അത്രമാത്രം നമ്മൾ ഖുർആനിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 50 കൊല്ലം മുമ്പ് ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിദും ഇല്ലായിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പ്രക്രിയ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊന്നുമല്ല, 1500 കൊല്ലം മുമ്പ് തുടങ്ങി. പക്ഷെ മലയാള മണ്ണിൽ അതില്ലായിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന്റെ പ്രാധാന്യത്തെ മാത്രം നമ്മൾ മറന്നുപോയിരുന്നു. അതോടൊപ്പം തന്നെ ഖുർആൻ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ ദർസുകളിൽ തീരെ ഇല്ലായിരുന്നു. നാമമാത്രമായ തഫ്സീർ പഠനം മാത്രമായി അധപ്പതിച്ചിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ഓരോ നാടുകളിലും ഇതുപോലെ ഖുർആൻ മദ്രസകളിൽ മനോഹരമായി ശ്രുതിമധുരമാം വിധം ഖുർആൻ പാരായണം ചെയ്ത് നമ്മുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കുന്ന, പാരായണം കൊണ്ട് മാത്രം സംസ്കരിക്കപ്പെടാൻ യോഗ്യതയുള്ള മനസ്സിന്, അർത്ഥം പഠിക്കാതെ തന്നെ പാരായണം കൊണ്ട് പോലും സംസ്കരിക്കപ്പെട്ടു പോകും. പാരായണത്തിലൂടെ സംസ്കരിക്കപ്പെട്ട മനസ്സിലേക്ക് ഖുർആനിന്റെ ആശയങ്ങൾ കൂടി കടന്നു ചെല്ലുമ്പോഴാണ് അത്ഭുതകരമായ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നത്. ഞാൻ നിർത്തട്ടെ, ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ മക്കൾ ഭാവിയുടെ വമ്പൻ വാഗ്ദാനങ്ങളാണ്. ഖുർആൻ ഉയർത്തിപ്പിടിച്ചപ്പോൾ ലോകത്ത് പ്രതാപത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിഹരിച്ച ഒരു സമൂഹം ഖുർആൻ പഠന പാരായങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ ലോകത്തെ ലോകത്തിന്റെ അർബുദമായി പരിണമിച്ച ഒരു സമൂഹത്തെ ഖുർആൻ പഠന പാരായണങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന മഹത്തായ സ്ഥാപനങ്ങളുടെ ഭാഗമാണ് ദാറുൽ ഹിക്മ എന്ന് പറയുന്ന മഹാസംരംഭം. ഇവിടെ ഹാഫിളുകളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അധ്യക്ഷൻ അവരെ ആശംസിച്ചതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയതിൽ മാത്രം ഒതുങ്ങാതെ അങ്ങനെ ഒരു വലിയ ദുരന്തം ഇവിടെ നടന്നു വരുന്നുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് അതിന്റെ അർത്ഥമറിയില്ല, അർത്ഥമറിയുന്നവർക്ക് മനഃപ്പാഠവുമില്ല. ആലിമ്യങ്ങളും ഹാഫിളുകളും അല്ല, ഹാഫിളുകൾ ആലിമ്യങ്ങളും അല്ല. ആ ദുരന്തം മാറണം. ആലിമ്യങ്ങൾ ഹാഫിളുകളുമാകണം, ഹാഫിളുകൾ ആലിമുകളുമാകണം. അപ്പോഴാണ് ഖുർആൻ സൃഷ്ടിക്കുന്ന വിപ്ലവം ലോകം കണ്ണ് തുറന്ന് കാണാൻ അവസരം ലഭിക്കുകയുള്ളൂ. അതിന് നമ്മുടെ മക്കൾക്ക് സാധ്യമാകുമാറാകട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോകം കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദം ഖുർആന്റേതാണ്. യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഏറ്റവും മികച്ച കാരികളുടെ ശബ്ദത്തിന് എത്രയാണ് വ്യൂവേഴ്സ് ഉള്ളത് എന്ന് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഇത്ര മനോഹരമായി കേൾക്കാൻ ലോകം കൊതിക്കുന്ന ഒരു ശബ്ദം ഖുർആൻ പോലെ വേറെയില്ല. മനോഹരമായി ഖുർആന്റെ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാർക്കാണ് അമേരിക്കയിൽ, യൂറോപ്പിൽ,
പാശ്ചാത്യ നാടുകളിൽ ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കാരണം അത്രമേൽ ഖുർആനെ കേൾക്കാൻ ഇന്ന് ലോകം കാത് തുറന്നു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ നായകന്മാരായി ഇന്നലകളിൽ എന്ന പോലെ നാം മുമ്പേ നടക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ എല്ലാ അറിവും ഉണ്ടായപ്പോഴാണ് നാം അധിപ്പതിച്ചു പോയത്. ഖുർആൻ ഒഴിച്ചുള്ള എല്ലാ അറിവും. സയൻസിൽ നാം മുമ്പിലാണ്, ടെക്നോളജിയിൽ നാം മുമ്പിലാണ്. കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റവും അധികം സ്വകാര്യ മേഖലയിൽ മുസ്ലിങ്ങൾക്കാണ്. ഡോക്ടർമാരെ ഉത്പാദിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് മുമ്പ് നമുക്കില്ലായിരുന്നു, ഇന്ന് മുസ്ലിമുകൾക്കാണ് അധികം. എന്നിട്ടും ഓരോ ദിവസവും നാം താഴോട്ട് പോകുന്നത് ഖുർആന്റെ ചേർത്തുവായന നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് യന്ത്രവിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഗുണമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മക്കൾ നാളെയുടെ വെളിച്ചമാകട്ടെ, ഹുദം വനൂർ, സന്മാർഗവും പ്രകാശവുമായി അതിന്റെ കൈത്തിരിയുമായി ലോകത്തിന്റെ മുമ്പേ നടക്കുന്ന ഖുർആൻ അതിന്റെ അക്ഷരങ്ങൾ കൊണ്ട് മനഃപ്പാഠമാക്കിയ പോലെ അതിന്റെ ആശയങ്ങളും ഹൃദയത്തിന്റെ ഉള്ളിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ചിന്തയുടെ ഗവേഷണങ്ങളുടെ ലോകത്തേക്ക് ചിറക് വിരിച്ചു പറക്കുന്ന നല്ല മക്കളായി അങ്ങനെ ലോകത്തിന്റെ നാളെയുടെ നായകന്മാരായി മാറാൻ റബ്ബ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ മഹത്തായ സ്ഥാപനവും അതിന്റെ സാരഥികളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പിന്തുണക്കാരായി സഹായികളായി എങ്കിലും നിലയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും അവന്റെ പ്രീതിക്കും പാത്രമാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവശക്തനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം ഉരുവിട്ടുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ, ജസാക്കുമുല്ലാഹ്.